ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനിയിപ്പം സീസണൊക്കെ വരാറായി. ഓണം സീസൺ, അതേപോലെ വെഡ്ഡിങ് സീസണൊക്കെ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഐവറി കളർ ഫോംബ്ര ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ സ്റ്റെമ്മിനായിട്ട് ഗ്രീൻ കളർ ഫോംബ്ര ഷീറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ പീസസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഓരോന്നും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചിങ് മെഷീനാണ്. ഇത് 1.5 ഇഞ്ചിലുള്ള പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലവറിന് ആവശ്യമായിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെയുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഗ്ലൂ ആണ്. ഇത് ഗ്ലൂ ഗണ്ണാണ്. അതേപോലെ B7000 ട്യൂബും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് മാല കെട്ടാൻ ആവശ്യമായുള്ള നൂല്. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള നൂലാണ്. മാല കെട്ടിക്കഴിഞ്ഞാൽ നല്ല ബലത്തിൽ തന്നെ ഇരിക്കുന്ന നൂലാണ്. പിന്നെ ഞാനൊരു ത്രെഡ് കട്ടർ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് അയൺ ബോക്സ്. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം ഈ ഐവറി കളർ ഫോംബ്ര ഷീറ്റ് ഈ ഒരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓരോ ഫ്ലവർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് കുറച്ച് ലാഭിച്ച് എടുക്കാം. കൂടുതൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ പഞ്ചിങ് മെഷീൻ ഒന്ന് തിരിച്ച് പിടിച്ച് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഓരോ ഫ്ലവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ആ 2 ഫ്ലവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചുണ്ട്. അത് കുറച്ചും കൂടെ ചേർത്ത് പിടിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഷീറ്റ് നമുക്ക് ലാഭിക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്ലവർ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിംഗിൾ പീസിൽ നിന്ന് എനിക്ക് ഇത്രയും ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭത്തിൽ കുറച്ചും കൂടെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളൊരു അയൺ ബോക്സ് ഇതേപോലെ നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓരോ ദളങ്ങളും ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഞാനിവിടെ പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ദളങ്ങൾ ഇതേപോലെ ചുരുണ്ട് വരണം. അതാണ് ഓരോ ദളത്തിൻ്റെയും പാകം. ഇങ്ങനെ എല്ലാ ദളങ്ങളും ചെയ്തെടുക്കുക. ഫ്ലവേഴ്സ് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാൻ ഏതെങ്കിലും വുഡൻ ഐറ്റംസ് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അയൺ ബോക്സ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദളങ്ങളും ഇതേപോലെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് സ്റ്റെമ്മിനുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിനായി നമ്മൾ ഈ ഗ്രീൻ കളർ ഫോംബ്ര ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെമ്മിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് വീതിയിലും 3/4 ഇഞ്ച് നീളത്തിലുമാണ് സ്റ്റെം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റെം കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റെം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതിനായി ആദ്യം ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ച് അതിനെ നീളത്തിലൊന്ന് അടയാളപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഒരു ത്രെഡ് കട്ടർ വെച്ചിട്ടാണ് അതിനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പെൻസിലോ പേനയോ ഉപയോഗിക്കരുത്. കാരണം അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പേനയുടെ മഷിയോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ആ ഒരു മാർക്കിംഗ് ഒക്കെ ആ ഷീറ്റിൽ വരും. അത് ഒട്ടിച്ച് വരുമ്പോൾ ഒരു വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് പേനയോ പെൻസിലോ ഉപയോഗിക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒരു മാർക്കിംഗ് മാത്രം മതി. നമുക്ക് ആ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഏരിയ മനസ്സിലാകാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് B7000 ഗ്ലൂ ഉപയോഗിച്ച് ഇതേപോലെ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്റ്റെം ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചുരുട്ടി ഇതേപോലെ ഒട്ടിച്ച് സ്റ്റെം എടുക്കുക. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത്രയും സ്റ്റെം ചെയ്തെടുക്കുക. ഈ ഒരു മുല്ലപ്പൂ മാല ചെയ്തെടുക്കാൻ നല്ല ഒരു ടൈം ആവുന്നുണ്ട് കേട്ടോ. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പണിയാണ്. അത്രയും ടൈം ഇതിനെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു മുല്ലപ്പൂ മാലയുടെ റേറ്റ് കേൾക്കുമ്പോൾ ഞാനും ഓർത്തിട്ടുണ്ട് ഇത്രയും റേറ്റ് എങ്ങനെയാകും എന്നുള്ളത്. പക്ഷെ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത് ഇത്രയും റേറ്റ് ആകും എന്നുള്ളത്. കാരണം അത്രയും എഫേർട്ടുണ്ട് ഈ ഓരോ മാലയും നമുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ അകത്ത് ഇതേപോലെ പശ തേച്ച് ഒട്ടിക്കുക. അതിനുശേഷം മറ്റൊരു ഫ്ലവർ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇതളും ഒരേപോലെ
ഡയറക്ഷൻ വെക്കരുത്. ഒരു 2 ഇതളിൻ്റെ നടുക്കായിട്ട് രണ്ടാമത് വെക്കുന്ന ഫ്ലവറിൻ്റെ ഇതൾ വരണം. അതേപോലെ വേണം ഒട്ടിച്ചെടുക്കാൻ. അതിനുശേഷം ഈ ഒരു ബാക്ക് പോർഷനിലേക്ക് ഇതേപോലെ പശ തേച്ച് കൊടുത്ത് ഈ സ്റ്റെമ്മ് ഒട്ടിക്കാവുന്നതാണ്. ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിത് ഒട്ടിച്ച് വന്നപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ നീളം ഇത്തിരി കൂടുതലായിട്ട് തോന്നി. ഞാൻ ലാസ്റ്റ് പോർഷന് വരുമ്പോൾ ആ ഒരു സ്റ്റെമ്മിൻ്റെ നീളം കുറച്ച് കട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ഫ്ലവറിൽ തന്നെ സ്റ്റെം ഒട്ടിക്കാം. അതല്ല 2 ഇതളിൽ അല്ലെങ്കിൽ 3 ഇതളിൽ സ്റ്റെം ഒട്ടിക്കാം. അപ്പോൾ 3 ഇതളൊക്കെ ആകുമ്പോൾ നല്ലൊരു കട്ടിയുള്ള കട്ടമുല്ല പോലെ കുടമുല്ല പോലെ ഇരിക്കും. അപ്പം ഓരോ മുല്ലയ്ക്കും അതായത് ഓരോ ഇതളിനും അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ഈ മാല സെയിൽ ചെയ്യുമ്പോൾ 600 രൂപ തൊട്ട് 800 രൂപ വരെയുള്ള ഒരു റേഞ്ചിലാണ് ഈ ഓരോ മുല്ലപ്പൂമാലയുടെ വില നിൽക്കുന്നത്. ഓരോ ഫ്ലവറിൻ്റെ ഇതളിൻ്റെ അനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. ഒരു ഇതൾ മാത്രമുള്ള മുല്ലപ്പൂവിനും 2 ഇതളുള്ള മുല്ലപ്പൂമാലയ്ക്കും രണ്ടും 2 റേറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു മുല്ലപ്പൂമാലയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു മുഴമാണ്. അതായത് ഒരു 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ മുഴുവൻ ഫ്ലവറും ഇതേപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒറ്റ നോട്ടത്തിൽ നമ്മളുടെ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ വില കേട്ട് നമ്മളുടെ കണ്ണ് തള്ളാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു മുല്ലയെ ആശ്രയിക്കേണ്ടി വരും. ഇനി നമുക്ക് മുല്ലപ്പൂ കോർക്കാം. അപ്പോൾ നമുക്ക് മാല കോർത്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ മാല കോർക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ഇവിടെ 2 ഫ്ലവർ ഞാൻ വെച്ചതിന് ശേഷം ഈ നൂല് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തു. അതിനുശേഷം ഈ ഒരു തള്ളവിരൽ കൊണ്ട് ഇതേപോലെ വീണ്ടും ചുറ്റി ഇതേപോലെ ഒരു കുടുക്ക് പോലെ എടുത്തതിന് ശേഷം വീണ്ടും ആ ഫ്ലവർ വഴി അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ട് പഠിക്കണേ. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ മുല്ലപ്പൂമാല കിട്ടുന്ന വിധം നമുക്ക് വീഡിയോസ് കിട്ടും. അപ്പോൾ അത് നോക്കി ഒന്ന് പഠിച്ചെടുക്കുക. ഞാനിവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം. ഇതേപോലെയാണ് മുല്ലപ്പൂമാല കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഈ ഒരു ലെങ്തിലാണ് എനിക്ക് മുല്ലപ്പൂമാല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടം തൊട്ട് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ അറ്റത്ത് ഒരു കെട്ടും കൂടി ഇട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂമാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് നമുക്ക് റീയൂസബിൾ ആണ്. ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നമുക്കിത് റീയൂസബിൾ ആണ്. അതേപോലെ പെട്ടെന്ന് ഡാമേജ് ആവുന്നില്ല. ഇപ്പോൾ ഒറിജിനൽ മുല്ലപ്പൂ കുറച്ച് സമയം നമ്മൾ ചൂടി കഴിയുമ്പോൾ വാടിപ്പോകും. പക്ഷേ ഫ്രഷ് ആയിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. അതുപോലെ തന്നെ ഞാനിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേപോലെ ഞെക്കി ഒന്ന് നോക്കുകയാണ്, ഡാമേജ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താണ്. പക്ഷെ അത് പറഞ്ഞൊന്നും പോകുന്നില്ല. പശയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നൂല് വഴി ഇതുപോലെ കെട്ടിക്കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് പശ തേച്ച് വിടുവാണെങ്കിൽ അതവിടെ ഒന്നും കൂടെ സ്റ്റിക്കായി ഇരുന്നുകൊള്ളും.